എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ കുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഥ ഏകാദശോധ്യായ 11-ാം അധ്യായമാണ്. ദ്വാരകാവാസികളുടെ ഭഗവത് വന്ദനമാണ് ഇതിൽ വിവരിക്കുന്നത്. സൂതൻ പറഞ്ഞു, സർവസമൃദ്ധിയും നിറഞ്ഞ ദ്വാരകയിൽ പ്രവേശിച്ച ഭഗവാൻ പ്രജകളുടെ വിരഹദുഃഖം ഇല്ലാതാക്കുന്നതിനായി പാഞ്ചജന്യം മുഴക്കി. വെളുത്തതാണെങ്കിലും ഭഗവാന്റെ ചുണ്ടുകളുടെ ശോണിമ ബാധിച്ച പാഞ്ചജന്യം ശ്രീകൃഷ്ണ ഭഗവാൻ തൃക്കൈയിൽ വെച്ച് ഊതിയപ്പോൾ താമരപ്പൂക്കളുടെ ഇടയിലിരുന്ന് ഉച്ചത്തിൽ കൂവുന്ന കളഹംസങ്ങളെ പോലെ ശോഭിച്ചു. ജഗദ്ഭയത്തെ ഇല്ലാതാക്കുന്ന പാഞ്ചജന്യനാദം കേട്ടിട്ട് സർവപ്രജകളും തങ്ങളുടെ നാഥനെ എതിരേൽക്കാനുള്ള ഔത്സുക്യത്തോടുകൂടി വന്നണഞ്ഞു. ആദിത്യന് മുമ്പിൽ വെച്ച വിളക്കെന്ന പോലെ നിരവധി കാഴ്ചയും വഹിച്ചു വന്ന പ്രജകൾ സന്തതികൾ പിതാവിനോടെന്ന പോലെ സന്തോഷാധിക്യം കൊണ്ട് തൊണ്ടയിടറിക്കൊണ്ട് ഭഗവാനോട് ഇപ്രകാരം സ്തുതിച്ചു. ഹേ നാഥ, ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ സനകാദി മുനീന്ദ്രന്മാർ, ദേവേന്ദ്രൻ മുതലായവരാൽ വന്ദിക്കപ്പെടുന്നതും ഇഹലോക സൗഖ്യത്തെ കാക്ഷിക്കുന്നവർക്ക് പരമ ആശ്രയമായിരിക്കുന്നതുമായ നിന്തിരുവടിയുടെ തൃപ്പാദ പങ്കജത്തെ ഞങ്ങളെപ്പോഴും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ആ തൃപ്പാദ പത്മത്തിൽ ബ്രഹ്മാദികൾ പോലും പ്രഭുവായ കാലം പ്രഭുവാകുന്നില്ല. ബ്രഹ്മാദികൾ പോലും കാലഗുണത്തിന്, അതായത് ജന്മനാശാദികൾക്ക് വിധേയരാണ്. എന്നാൽ ഭഗവാനിൽ കാലം പ്രവർത്തിക്കുന്നില്ല. ഭഗവാൻ ഇതിനെല്ലാം ഉപരിയാണ് എന്നാണ് സാരം. അല്ലയോ വിശ്വഭാവന, അവിടുന്ന് ഞങ്ങളുടെ ക്ഷേമത്തിനായിക്കൊണ്ട് ഭവിക്കണമേ. ഞങ്ങൾക്ക് മാതാവായും പിതാവായും നാഥനായും സുഹൃത്തായും സദ്ഗുരുവായും വർത്തിക്കുന്നത് അവിടുന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് പരദേവതയായും വർത്തിക്കുന്നത് അങ്ങ് തന്നെയാണ്. അങ്ങയെ അനുവർത്തിച്ച് ഞങ്ങൾ കൃതാർത്ഥരായി തീർന്നിരിക്കുന്നു. ആശ്ചര്യം, അങ്ങയാൽ ഞങ്ങൾ സനാഥരായി തീർന്നിരിക്കുന്നു എന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ത്രിലോകാധിപന്മാർക്ക് പോലും ദർശിക്കാൻ പ്രയാസമേറിയ പ്രേമപൂർവമായ പുഞ്ചിരിയോടും സ്നേഹപൂർണമായ നോട്ടത്തോടും കൂടിയ മുഖാരവിന്ദത്തെയും സർവ സൗഭാഗ്യങ്ങൾക്കും ഇരിപ്പിടമായ അങ്ങയുടെ തിരുസ്വരൂപത്തെയും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലയോ അച്യുത, അംബുജാക്ഷ, അങ്ങ് മുൻപ് സുഹൃത്തുക്കളെ കാണാൻ കുരുദേശത്തിലേക്ക് പോയപ്പോൾ അങ്ങയുടേതായ ഞങ്ങൾക്ക് ആദിത്യൻ്റെ അഭാവത്തിൽ കണ്ണുകൾക്കെന്ന പോലെ ക്ഷണമാത്ര പോലും കോടി സംവത്സരമെന്ന പോലെ അനുഭവപ്പെടുകയുണ്ടായി. പ്രജകളുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടിട്ട് ഭഗവാൻ തൻ്റെ തിരുനേത്രങ്ങൾ കൊണ്ട് അവരെ അനുഗ്രഹിച്ച ശേഷം പുരിക്കകത്തേക്ക് പോയി. തുല്യശക്തിയോടുകൂടിയ അന്ധകർ, വൃഷ്ണികൾ, കുരുക്കൾ, ഭോജന്മാർ മുതലായവരാൽ നാഗരാജാവിൻ്റെ ആസ്ഥാനമായ ഭോഗവതിയെപ്പോലെ സംരക്ഷിക്കപ്പെടുന്നതും സർവ ഋതുക്കളിലും പൂത്തും കായ്ച്ചും നിൽക്കുന്ന വൃക്ഷലതാദികളോടുകൂടിയതും തടാകം, മണ്ഡപം മുതലായവയോടുകൂടിയതും ചിത്രപ്പണികളോടുകൂടിയ കൊടിമരങ്ങളിൽ പാറിക്കളിക്കുന്ന കൊടിക്കൂറകളോടുകൂടിയതും വൃത്തിയാക്കിയ രാജവീതികളോടുകൂടിയതും ഗൃഹം തോറും പൂർണ്ണകുംഭം, തൈര്, ധൂപം, വാഴക്കുല, ബലിദീപം മുതലായവ നിരത്തിവെച്ചതുമായ പുരിയിലേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രവേശിച്ചു. ശ്രീകൃഷ്ണന്റെ ആഗമന വൃത്താന്തമറിഞ്ഞ് വസുദേവർ, ഉഗ്രസേനൻ, അക്രൂരൻ, ബലരാമൻ, പ്രദ്യുമ്നൻ, ചാരുദേഷ്ണൻ, സാമ്പൻ മുതലായവർ ആനന്ദാതിരേകം കൊണ്ട് ഇരിപ്പും കിടപ്പും ഭോജനവും മുതലായവ ഉപേക്ഷിച്ച് കടന്നു വന്നു. ബ്രാഹ്മണർ മംഗളവസ്തുക്കൾ കൈകളിലേന്തി വേദോച്ചാരണത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തി. സ്വർണ്ണാഭരണങ്ങളുടെ പ്രഭയേറ്റ് ശോഭിക്കുന്ന കവിൾത്തടങ്ങളോടുകൂടിയ നിരവധി വാരസ്ത്രീകളും അദ്ദേഹത്തെ നേരിൽ ദർശിക്കുന്നതിനുള്ള ഔത്സുക്യത്തോടുകൂടി വന്നണഞ്ഞു. പത്നി സമേതരായി അവിടെ എത്തിയ ഗുരുക്കന്മാർ, ബ്രാഹ്മണർ, സ്തുതിപാഠകർ തുടങ്ങിയ സർവരും നൽകിയ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഭഗവാൻ പുരിക്കകത്തേക്ക് പ്രവേശിച്ചു. ഭഗവാനെ ഒരു നോക്കു കാണുന്നതിനായി അന്തഃപുര സ്ത്രീകൾ മാളിക മുകളിൽ കയറി നിന്നു. ശ്രീപതിയായ കൃഷ്ണനെ നിത്യവും കാണുന്നവരാണെങ്കിലും അവരുടെ നേത്രങ്ങൾക്കൊരിക്കലും തൃപ്തി വരികയില്ല. ഭഗവാന്റെ മുഖകമലത്തെ എത്ര തന്നെ പാനം ചെയ്താലും മതി വരികയില്ല.
അദ്ദേഹത്തിൻ്റെ ബാഹുക്കൾ ലോകപാലകന്മാരുടെയും വക്ഷപ്രദേശം ലക്ഷ്മീദേവിയുടെയും പാദകമലങ്ങൾ തത്വജ്ഞരായ യോഗികളുടെയും ആവാസസ്ഥാനമാകുന്നു. വെൺകൊറ്റക്കുട, ചാമരം മുതലായവ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതും വനമാലയാൽ ശോഭിക്കപ്പെട്ടുമിരിക്കുന്ന പീതാംബരധാരിയായ ഭഗവാൻ സൂര്യൻ, ചന്ദ്രൻ, മഴവില്ല്, മിന്നൽപ്പിണർ മുതലായവ കൊണ്ട് അലങ്കരിക്കപ്പെട്ട കാർമുകിൽ പോലെ ശോഭിക്കപ്പെട്ടു. അദ്ദേഹം ഗൃഹത്തിൽ പ്രവേശിച്ചപ്പോഴേക്കും ദേവകി തുടങ്ങിയ സപ്തമാതൃക്കൾ വാത്സല്യത്തോടുകൂടി ആലിംഗനം ചെയ്തു. ഭഗവാനാകട്ടെ സന്തോഷത്തോടുകൂടി അവരെ പ്രണമിച്ചു. അവർ കൃഷ്ണനെ മടിയിലിരുത്തി താലോലിച്ചു. വാത്സല്യം കൊണ്ട് അവരുടെ സ്തനങ്ങൾ പാൽ ചുരത്തുകയും പരവശത കൊണ്ട് കണ്ണുനീർ പതിച്ച് ഭഗവാനെ നനയ്ക്കുകയും ചെയ്തു. ഇതിനുശേഷം അദ്ദേഹം സർവസമ്പത്തിൻ്റെയും വിളനിലമായ സ്വഗൃഹത്തിലേക്ക് പോയി. 16,008 പത്നിമാരുടെ ഹർമ്മ്യങ്ങൾ കൊണ്ട് അലങ്കൃതമാണ് ഭഗവാന്റെ ഗൃഹം. ഭഗവാൻ തിരിച്ചെത്തിയതുകൊണ്ട് കണ്ട് അത്യധികം സന്തുഷ്ടരായി തീർന്ന കൃഷ്ണപത്നിമാർ ലജ്ജയോടുകൂടിയ നേത്രങ്ങളോടും മുഖങ്ങളോടും കൂടി സ്വസ്ഥാനത്തു നിന്നും ഇരിപ്പിടങ്ങളിൽ നിന്നും വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി എഴുന്നേറ്റു. അവർ പുത്രന്മാരോടുകൂടി വന്ന് ഈ ക്ഷണം കൊണ്ടും ചിത്തം കൊണ്ടും ഭഗവാനെ ആലിംഗനം ചെയ്തു. ലജ്ജിതകളും പാരവശ്യത്തോടുകൂടിയവരുമാണെങ്കിലും നേത്രാംബുവിനെ തടുത്തു നിർത്തുവാൻ അവർക്കായില്ല. ഭഗവാൻ പാർശ്വത്തിൽ തന്നെ ഏകാന്തതയിലിരിക്കുന്നവനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പാദകമലങ്ങൾ ക്ഷണം തോറും നവം നവമായി തോന്നപ്പെടും. സ്വതവേ ചഞ്ചലയായ ലക്ഷ്മീദേവി ഒരിക്കലും ആ പാദങ്ങളെ വിട്ടുപോവുകയില്ല. ഭഗവാന്റെ തൃപ്പാദങ്ങളെ ഉപേക്ഷിച്ചു പോകുവാൻ ഒരുവൾക്ക് എങ്ങനെയാണ് കഴിയുക? ഭഗവാൻ കൃഷ്ണൻ ഭൂഭാരമായി തീർന്നവരും മഹാബലശാലികളുമായ നൃപന്മാരിൽ പരസ്പര വൈരാഗ്യമുണ്ടാക്കി വായു തീയിനെ എന്ന പോലെ നിരായുധനായി അവരെ നിഗ്രഹിപ്പിച്ചു. അദ്ദേഹം ഭഗവാനാണെങ്കിലും നരലോകത്ത് അവതരിച്ച് സ്വമായയെ അവലംബിച്ച് കേവലം പ്രാകൃതനെ പോലെ സ്ത്രീരത്നങ്ങളോടുകൂടി രമിച്ചു. ആരുടെ മോഹനരൂപം കണ്ടാണോ കാമദേവൻ പോലും സ്വജാപത്തെ ഉപേക്ഷിച്ചത്, അപ്രകാരമുള്ള കൃഷ്ണന്റെ മനസ്സിനെ ഭാവാദികൾ കൊണ്ട് ജയിക്കുവാൻ കേവലം സ്ത്രീകളായ ഇവർക്കെങ്ങനെയാണ് കഴിയുക? ഭഗവാൻ യാതൊന്നിലും തന്നെ ശക്തനല്ലെങ്കിലും ജനങ്ങൾ അജ്ഞാനം കൊണ്ട് അദ്ദേഹത്തെ വിഷയാസക്തനായ മനുഷ്യനെന്ന് കരുതുന്നുവല്ലോ. ആത്മഗുണങ്ങളോട് അതിനെ ആശ്രയിച്ചു നിൽക്കുന്ന ബുദ്ധി എല്ലായ്പ്പോഴും യോജിക്കാത്തതുപോലെ പ്രകൃതസ്ഥനാണെങ്കിലും അതിൻ്റെ ഗുണങ്ങളോട് യോജിക്കുന്നില്ല എന്നുള്ളത് ഭഗവാന്റെ മഹത്വം. അജ്ഞാനികൾ എപ്രകാരമാണോ ഈശ്വര സ്വഭാവത്തെ അറിയാതെ കഴിയുന്നത്, അതുപോലെ ആ സ്ത്രീകൾ ഭഗവാനെ സ്ത്രീജിതനെന്നും ഏകാന്തതയിൽ രമിക്കുന്നവനുമൊക്കെ കരുതി. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ ശ്രീകൃഷ്ണ ദ്വാരകാ പ്രവേശോ നാമ 11-ാധ്യായ. അങ്ങനെ 11-ാം അധ്യായം സമാപിച്ചു. 12-ാം അധ്യായം അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.